അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 3-ാം ക്ലാസ്സിൻ്റെ അഖ്ലാഖ് എന്ന വിഷയത്തിൽ മുൻ വർഷങ്ങളിലെ വാർഷിക പരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പറാണ്. ഒന്നാമത്തെ പ്രവർത്തനം നോക്കാം. യോജിച്ചവ ചേർക്കാം. അപ്പോൾ താഴെ 6ഓളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. ഓരോന്നിനോടും യോജിച്ചത് ആ ബ്രാക്കറ്റിലും നൽകിയിട്ടുണ്ട്. അപ്പോൾ ഏതാണോ ശരി അതിന് നേരെ ഓരോന്നിൻ്റെയും നേരെ ശരി മാത്രം എടുത്ത് എഴുതുക. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നോക്കാം. നമീമത്ത്. അപ്പം നമീമത്ത് എന്നുള്ളതിനോട് യോജിച്ചത് ആ ബ്രാക്കറ്റിൽ ഉണ്ടാകും. അപ്പോൾ ആദ്യം നമുക്ക് ആ ഒരു ബ്രാക്കറ്റ് വായിച്ച് നോക്കാം. പരദൂഷണം, സഹായിക്കരുത്, ഏഷണി, അഹ്സനുഹും ഖുലുഖ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അഷേഖ് മുഹിയുദ്ദീൻ റളിയല്ലാഹു അൻഹു. അപ്പോൾ ഏതാണ് നമീമത്ത് എന്നുള്ളതിനോട് യോജിച്ചത്? ഏഷണി എന്നുള്ളതാണ്. അതവിടെ എടുത്തെഴുതുക. രണ്ടാമത്തത് ഗീബത്ത്. അപ്പോൾ ഗീബത്ത് എന്നുള്ളതിനോട് യോജിച്ചത് ഏതാണ്? പരദൂഷണം എന്നുള്ളതാണ്. അതവിടെ എടുത്തെഴുതുക. മൂന്നാമത്തെ ചോദ്യം, ചീത്ത കാര്യങ്ങളിൽ നാം ആരെയും സഹായിക്കരുത്. അപ്പോൾ ഈ സഹായിക്കരുത് എന്നുള്ളത് ആ ബ്രാക്കറ്റിൽ നിന്നും എടുത്തെഴുതുക. നാലാമത്തെ ചോദ്യം, ഔലിയാക്കളുടെ നേതാവ് ആരാണ്? അഷേഖ് മുഹിയുദ്ദീൻ. അപ്പം അഷേഖ് മുഹിയുദ്ദീൻ എന്നുള്ളത് അവിടേക്ക് എടുത്തെഴുതി കൊടുക്കുക. അഞ്ചാമത്തത്, അക്മലുൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും ഖുൽഖ. അപ്പം അഹ്സനുഹും ഖുൽഖ എന്നുള്ളതാണ് അഞ്ചാമത്തതിനോട് യോജിച്ചത്. അതവിടെ എഴുതി കൊടുക്കുക. ഇനി ആറാമത്തെ ചോദ്യം, സൽ സ്വഭാവത്തിൻ്റെ ഉത്തമ മാതൃകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ളത് എഴുതി കൊടുക്കുക. ഇനി രണ്ടാമത്തെ പ്രവർത്തനം പൂർത്തിയാക്കാം എന്നുള്ളതാണ്. താഴെ 5ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. അതൊന്നും പൂർണ്ണമായിട്ടല്ല എഴുതിയത്, അത് നമ്മൾ പൂർത്തിയാക്കണം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നോക്കാം. പുരുഷൻ കമിഴ്ന്നും സ്ത്രീ മലർന്നും കിടന്ന് ഉറങ്ങരുത്. അപ്പോൾ അവിടെ കിടന്ന് ഉറങ്ങരുത് എന്നുള്ളതാണ് പൂരിപ്പിക്കാനുള്ളത്. അതവിടെ എഴുതി കൊടുക്കുക. രണ്ടാമത്തത്, ഉറക്കം ഒരു പകുതി മരണമാണ്, അല്ലേ? അപ്പോൾ അവിടെ മരണമാണ് എന്നുള്ളതാണ് എഴുതാനുള്ളത്. ഇനി മൂന്നാമത്തെ ചോദ്യം, പുരുഷ വേഷം അണിയുന്ന സ്ത്രീയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിരിക്കുന്നു. അപ്പോൾ അവിടെ ശപിച്ചിരിക്കുന്നു എന്നുള്ളത് എഴുതി കൊടുക്കുക. നാലാമത്തെ ചോദ്യം, കോപം വരുമ്പോൾ ക്ഷമ പാലിക്കണം. അപ്പോൾ അവിടെ ക്ഷമ പാലിക്കണം എന്നുള്ളതാണ് എഴുതാനുള്ളത്. അതവിടെ എഴുതി കൊടുക്കുക. അഞ്ചാമത്തത്, നമീമത്ത് ഇബ്ലീസിൻ്റെ ഇഷ്ട വിനോദമാണ്. അപ്പോൾ അവിടെ വിനോദമാണ് എന്നുള്ളത് എഴുതി കൊടുക്കുക. ഇനി മൂന്നാമത്തെ പ്രവർത്തനമാണ് 2 വീതം എഴുതാം എന്നതാണ് മൂന്നാമത്തെ പ്രവർത്തനമായിട്ട് വരുന്നത്. അപ്പം താഴെ 3ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഓരോന്നിനും 2 വീതം ഉത്തരം എഴുതുക. അപ്പോൾ ഓരോന്നായി നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഭക്ഷണ മര്യാദകൾ. അപ്പോൾ ഭക്ഷണ മര്യാദകൾ പേജ് നമ്പർ 22 നമ്മൾ കുറേ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും 2 മാത്രമാണ് ഇവിടെ എഴുതാനുള്ളത്. ഒന്ന് വലത് കൈ കൊണ്ടാവുക, രണ്ടാമത്തത് ഇരിക്കുക. അപ്പം അത് രണ്ടും ഇവിടെ എഴുതി കൊടുക്കുക. ഇനി രണ്ടാമത്തെ പ്രവർത്തനം, സ്ത്രീകൾക്ക് നിഷിദ്ധമായ കാര്യങ്ങൾ. അപ്പം അത് പേജ് നമ്പർ 27 പറയുന്നുണ്ട് കുറേ കാര്യങ്ങൾ. അപ്പോൾ ഏതെങ്കിലും 2 കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ എഴുതാനുള്ളത്. ഒന്ന്, സൗന്ദര്യം പ്രദർശിപ്പിച്ചുകൊണ്ട് പുറത്തു പോവുക. രണ്ടാമത്തതോ, അന്യ പുരുഷന്മാർക്ക് മുമ്പിൽ ശരീരം മുഴുവൻ മറയാത്ത വസ്ത്രം ധരിക്കുക. അപ്പം ഇതെല്ലാം സ്ത്രീകൾക്ക് നിഷിദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി മൂന്നാമത്തെ ചോദ്യം, ഉറക്കിൻ്റെ മര്യാദകൾ. ഉറക്കിൻ്റെ മര്യാദകൾ നമ്മൾ കുറേ പഠിച്ചിട്ടുണ്ടാവും, അല്ലേ? അപ്പം അത് പേജ് നമ്പർ 30 പറയുന്നത്. അപ്പം 2 മാത്രം അവിടെ എഴുതി കൊടുക്കുക. ഒന്നാമത്തത് മിസ്വാക്ക് ചെയ്യുക, വുളൂ എടുക്കുക. ഇനി നാലാമത്തെ പ്രവർത്തനം ഉത്തരം എഴുതാം എന്നുള്ളതാണ്. താഴെ 4ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, പഠന ശേഷി കുറയും എന്ന് ശാസ്ത്രം കണ്ടെത്തിയിട്ടുണ്ട്.
ആർക്ക്? ഉത്തരം വൈകി ഉറങ്ങുകയും വൈകി എഴുന്നേൽക്കുകയും ചെയ്യുന്നവർക്ക്. അപ്പോൾ വൈകി ഉറങ്ങുകയും വൈകി എഴുന്നേൽക്കുകയും ചെയ്യുന്നവർക്ക് പഠനശേഷി കുറയും എന്ന് ശാസ്ത്രം കണ്ടെത്തിയിട്ടുണ്ട്. രണ്ടാമത്തെ ചോദ്യം, അള്ളാഹു പരലോക ശിക്ഷയിൽ നിന്ന് കാക്കുമെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അത് ആരെയാണ്? ഉത്തരം ദേഷ്യം നിയന്ത്രിച്ചവനെ. അപ്പൊ ദേഷ്യം നിയന്ത്രിച്ചവനെയാണ് അല്ലാഹു തആല പരലോക ശിക്ഷയിൽ നിന്നും കാക്കുമെന്ന് ഹദീസിൽ പറഞ്ഞത്. ഇനി മൂന്നാമത്തെ ചോദ്യം, പിശാചിന്റെ സ്വഭാവമാണത് ഏത്? ഉത്തരം ഇടത് കൈകൊണ്ട് തിന്നലും കുടിക്കലും. അപ്പൊ ഇടത് കൈകൊണ്ട് തിന്നലും കുടിക്കലും ഇബിലീസിന്റെ സ്വഭാവമാണ്, പിശാചിന്റെ സ്വഭാവമാണ്. ഇനി നാലാമത്തത്, മരിച്ച സഹോദരന്റെ പച്ച മാംസം തിന്നുന്നതിൻ്റെ തുല്യമായ തെറ്റ് ഏതാണ്? ഉത്തരം തൻ്റെ സഹോദരന് ഇഷ്ടമില്ലാത്തത് പറയൽ അഥവാ ഗീബത്ത് പറയൽ. അത് മരിച്ച തൻ്റെ സഹോദരൻ്റെ പച്ച മാംസം തിന്നുന്നതിന് തുല്യമാണ്. ഇനി അഞ്ചാമത്തെ പ്രവർത്തനം ക്രമത്തിലാക്കാം എന്നുള്ളതാണ്. അവിടെ നോക്കാം. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യൗമൽ ഖിയാമത്തി റദ്ദല്ലാഹു അൻ വജിഹിഹി നാറ മൻ റദ്ദ അൻ ഇർളി അഖീഹി. അപ്പം അത് ക്രമത്തിലാക്കി എഴുതുമ്പോൾ എങ്ങനെ വരും? ഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ റദ്ദ അൻ ഇർളി അഖീഹി റദ്ദല്ലാഹു അൻ വജിഹിഹി നാറ യൗമൽ ഖിയാമ എന്ന് വരും. ഇനി ഏറ്റവും അവസാനത്തെ പ്രവർത്തനമാണ് ആറാമത്തത്, കോളങ്ങൾ പൂർത്തിയാക്കാം. അപ്പം ഞാൻ എന്നും രാവിലെ എന്നാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അവിടെ എഴുതി കൊടുക്കാനാണ്. അപ്പോൾ നോക്കാം. ഞാൻ എന്നും രാവിലെ മിസ്വാക്ക് ചെയ്യും, അതവിടെ നൽകിയിട്ടുണ്ട്. പിന്നെയോ, ഞാൻ എന്നും രാവിലെ ക്ലാസ് വൃത്തിയാക്കും. ഈ രണ്ട് കാര്യങ്ങളാണ് അവിടെ എഴുതിയത്. ബാക്കി നമ്മളോട് പൂരിപ്പിച്ചെഴുതാനാണ് പറയുന്നത്. അപ്പോൾ നോക്കാം. ഒന്ന്, ഞാൻ എന്നും രാവിലെ വുളൂഅ് ചെയ്ത് നിസ്കരിക്കും. അപ്പോൾ അതവിടെ എഴുതി കൊടുക്കുക. വുളൂഅ് ചെയ്ത് നിസ്കരിക്കുന്നവരാണെങ്കിൽ വുളൂഅ് ചെയ്ത് നിസ്കരിക്കും എന്ന് എഴുതി കൊടുക്കുക. രണ്ടാമത്തത്, ഞാൻ എന്നും രാവിലെ വൃത്തിയുള്ള വസ്ത്രം ധരിക്കും. അപ്പോൾ അതവിടെ എഴുതി കൊടുക്കുക. ഇനി മൂന്നാമത്തത്, ഞാൻ എന്നും രാവിലെ മദ്രസയിൽ പോകും. അപ്പോൾ ദുആ വസിയത്തോടെ നിർത്തുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.